അർജുൻ പീതാംബരനും ചേരുന്നുണ്ട്. അർജുൻ, വിവിധ കോൺഗ്രസ് നേതാക്കൾ, വിവിധ രംഗങ്ങളിലെ പ്രമുഖരടക്കം ഒരുപാട് പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. അവരുടെ നീണ്ട നിര തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവും. ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കൂ. അർജുൻ, കേൾക്കാമെന്ന് കരുതുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് പങ്കുവയ്ക്കാനാവുന്നത് എന്തൊക്കെയാണ് അർജുൻ? മോത്തി, വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം അത് പൊതുദർശനം നടക്കുന്ന പ്രദേശത്തേക്ക് കൊണ്ടിരിക്കും. നിലവിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള കെ.സി. വേണുഗോപാൽ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ മുൻനിരയിൽ നിൽക്കുന്നുണ്ട്. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്ന ആ മൈതാനത്തേക്ക്, ആ ഒരു ഗ്രൗണ്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകും. അവിടെയും വലിയ രീതിയിലുള്ള തിരക്കാണ് ഇപ്പോൾ എന്തായാലും പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആളുകൾ ഇപ്പോഴും എത്തുന്നുണ്ട്, ഒഴുകിയെത്തുന്നുണ്ട്. ACC ആസ്ഥാനത്തിന് പുറത്തും വലിയ തിരക്കുണ്ട്. ആളുകൾ ഇപ്പോഴും മൻമോഹൻ സിംഗിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസമായി പറയുന്ന കാര്യങ്ങൾ, അതായത് എത്രത്തോളം അദ്ദേഹം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ, പോരാടിയിട്ടുണ്ടോ, അത്രത്തോളം തന്നെ വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളും നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതിന് മറുപടികൾ നൽകി കൃത്യമായ ഒരു പുഞ്ചിരിയോടെ തരണം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോഴും പല രീതിയിലുള്ള ആരോപണങ്ങൾ, അത് അദ്ദേഹം പ്രധാനമന്ത്രി പദം വിട്ടതിന് ശേഷവും കോൺഗ്രസ് പാർട്ടി പ്രവർത്തനങ്ങളിൽ വളരെയേറെ പക്വത പുലർത്തിയിരുന്ന ഒരു നേതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. പലപ്പോഴും ആരോപണങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും, പല പദ്ധതികളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആരോപണങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും അതിനെ വളരെ നിശബ്ദമായി കൈകാര്യം ചെയ്തിരുന്ന, നിശബ്ദതയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ വളരെ പക്വതയുള്ള ഒരു നേതാവ് എന്ന് വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനെന്ന് തോന്നുന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. UGC ചെയർമാനായിരുന്നു, റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു, വിവിധ സ്ഥലങ്ങളിൽ മഹത്തായ പല സർവകലാശാലകളിലും ഉപരിപഠനം നടത്തി ലോകത്തെ തന്നെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധരിൽ ഒരാൾ കൂടി ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നതാണ് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരുപാട് പേരാണ് ആദരാഞ്ജലി അർപ്പിക്കാനായി അവിടെ എത്തുന്നത്. കോൺഗ്രസ് നേതാക്കൾ, മറ്റ് സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ളവർ ഒക്കെയും അവിടെ എത്തുന്നുണ്ട്. സിഖ് വംശജരടക്കമുള്ളവർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തുന്നു. കാരണം സിഖ് വംശത്തിൽ നിന്നും ഉണ്ടായ ഏറ്റവും ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ആ പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഭൗതികദേഹം ഇപ്പോൾ അങ്ങോട്ടേക്ക് ACC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനാവുന്നത്. അനൂപ് ദാസ്, പറയൂ. എത്തിയിരിക്കുന്ന മൃതദേഹം സൈനികരാണ് മൃതദേഹം വഹിച്ച് ACC ിലുണ്ട്. മല്ലികാർജുൻ ഖാർഗെയുടെ ചേർന്ന് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അശോക് ഗെഹ്ലോട്ട്, കെ.സി. വേണുഗോപാൽ എന്നിവരെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ ഏറ്റവും ഉചിതമായ യാത്രയയപ്പ് മൻമോഹൻ സിംഗിന് നമ്മുടെ രാജ്യവും കോൺഗ്രസും ചേർന്ന് നൽകുന്നു. ACC ആസ്ഥാനത്തെ ഹാളിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പൊതുദർശനം ആരംഭിക്കും. ഇന്നലെ രാവിലെ മുതൽ തന്നെ ആയിരക്കണക്കിന് പേർ മോത്തിലാൽ നെഹ്റു മാർഗിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു, 3-ാം നമ്പർ ബംഗ്ലാവിലേക്ക് എത്തിയിരുന്നു. ഇന്ന് പുലർച്ചെ വരെ ആളുകളുടെ വരിയും അദ്ദേഹത്തെ കണ്ടു തിരിച്ചു പോകുന്നത് നമുക്ക് കാണാമായിരുന്നു. ഇപ്പോൾ ACC ആസ്ഥാനത്തേക്ക് മൻമോഹൻ സിംഗിന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ നൂറുകണക്കിന് പേർ ഇവിടെ ACC ആസ്ഥാനത്ത് അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് വേണ്ടി, യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു. രാജ്യത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇപ്പോൾ ACC ആസ്ഥാനത്താണ്. കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ നമുക്ക് കാണാൻ പറ്റുന്നു. ഷാഫി പറമ്പിൽ, ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ACC ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ പൊതുദർശനം നടക്കുന്ന ഹാളിലേക്ക് പോവുകയാണ്. പവൻ ഖേരയെ കാണാം. മറ്റ് കോൺഗ്രസിന്റെ 1-ാം നിരയും 2-ാം നിരയും 3-ാം നിരയുമായിട്ടുള്ള സകല നേതാക്കളും ഡൽഹിയിലെത്തിയിരിക്കുന്നു. അവസാനമായി റീത്തുമായി മൻമോഹൻ സിംഗിനെ യാത്രയാക്കാൻ ആളുകൾ വരിയിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഇവിടെ 1 മണിക്കൂറാണ് പൊതുദർശനം നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. 8:30 മുതൽ 9:30 വരെയായിരുന്നു ഇവിടെ പൊതുദർശനം നിശ്ചയിച്ചത്. പക്ഷേ 9:10 കൂടിയാണ് ഇപ്പോൾ മൃതദേഹം AICC ആസ്ഥാനത്തേക്ക് എത്തിയത്. 10 മണി കഴിയുന്നത് വരെ ഇവിടെ പൊതുദർശനം തുടരും. അത് കഴിഞ്ഞ് 11:45 ദിഗംബോധ് ഘാട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ, നേതാക്കൾ, പ്രവർത്തകർ, സാധാരണ മനുഷ്യരെല്ലാം മൻമോഹൻ സിംഗിനെ അവസാനമായി കാണുന്നതിന് വേണ്ടി AICC ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരുപാട് മനുഷ്യരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയ, ഒട്ടനവധി തീരുമാനങ്ങൾ എടുത്ത മന്ത്രിസഭയുടെ നേതാവായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടും, ജനം താഴെ ഇറക്കിയിട്ടും 10 വർഷം കഴിഞ്ഞിട്ടും 11 വർഷം കഴിഞ്ഞിട്ടും രാജ്യത്തെ സുപ്രധാനമായ പദ്ധതിയായി തൊഴിലുറപ്പ് പദ്ധതി നിൽക്കുന്നുണ്ട്. ഗ്രാമാന്തരങ്ങളിൽ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു തുക നൽകാൻ, 100 ദിവസം തൊഴിലുറപ്പിക്കാൻ, അതിലൂടെ ലഭിക്കുന്ന തുകയിലൂടെ ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ ജനങ്ങളെ പ്രാപ്തനാക്കിയ ഭരണാധികാരി എന്ന് സാമ്പത്തികമായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രമുഖനാണ് അദ്ദേഹം. സിഖ് വംശത്തിൽ നിന്നും ആദ്യം പ്രധാനമന്ത്രിയായ ആളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യ വിഭജനത്തിന് മുൻപ് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗായിലാണ് അദ്ദേഹം ജനിച്ചത്. 1932 സെപ്റ്റംബർ 26 അദ്ദേഹത്തിന്റെ ജനനം. ഏറെക്കാലം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് നമ്മെ വിട്ടുപിരിയുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്.